റൂമെന്ന് കുളിച്ചു മാറ്റി കുട്ടപ്പായ കഴിക്കാൻ ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങി. ട്രെയിൻ ഫുഡിന് ശേഷം മലയാളികളെ ഫുഡ് കഴിക്കുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞോണ്ട് ഞാൻ യോജിക്കുന്നു. 2 ദിവസം ട്രെയിൻ യാത്രക്ക് ശേഷം നല്ലൊരു ഫുഡ് ഇപ്പോഴാണ് കഴിക്കുന്നത്. കേരള തനിമ വിടാത്ത ആവിയിൽ വേവിച്ച നല്ല പുട്ടും നല്ല ചൂടുള്ള പൊടിച്ച് കറിയൊക്കെ ഒഴിച്ച് കൈലാസിലെ മട്ടത്തിൽ കഴിക്കണം. ഇതുവരെ കാണാത്ത മാതിരിയാണ് നല്ലൊരു ചായം കുടിച്ചാൽ റാത്തുവിന് ബർക്കത്താക്കിയാണ് ഞങ്ങളാണ് ബസ്സൊക്കെ മണ്ടി പാഞ്ഞു. ഡൽഹിയുടെ നഗരവീതിയിലൂടെ ഞങ്ങൾ ഫസ്റ്റ് സ്പോട്ടിലേക്ക്. ഹുമയൂൺസ് ടെമ്പിളാണ് ഇപ്പൊ നമ്മളുള്ളത്. ഹുമയൂൺ കാ മക്ബറ, ടോംബാണ്, ടോംബ്. ഹുമയൂണിനെ ഇവിടെയാണ് കബറടക്കിയിട്ടുള്ളത് എന്നാണ് മിസ് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് തന്നെ പറയാനുള്ളത്. ഓക്കെ, ഇതാണ് ഹുമയൂൺസ് ടെമ്പിൾ. നമ്മളിങ്ങനെ പോവും, നേരെ പോന്നു, നമ്മളെത്തി. നാട്ടുവട്ടാണ് ഹുമയൂണിന്റെ മക്ബറ സന്ദർശിച്ച്. മാഷാ അല്ലാ. യാസിൻ സാറോ? ചരിത്രം പറയുകയാണെങ്കിൽ എനിക്കറിയില്ല. ഈ ജംഷാദിന്റെ ആംഗ്യ ഭാഷ എപ്പോഴും കഴിഞ്ഞിട്ടില്ല. ടിക്കറ്റ് കൗണ്ടറിന് ടിക്കറ്റ് നമുക്ക് നമ്മളെ മെന്റർമാരെടുത്ത് തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഉള്ളിൽ കയറി എല്ലാവരും വരി വരി വരി. ഇത് നോക്കില്ല 2 സൈഡിലും മരങ്ങൾ. ഹുമയൂൺ ടോംബ് നമ്മള് അന്നത്തെ കാലത്ത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കില് ുള്ള അവരുടെ ശവകുടീരം ഒക്കെ ഉണ്ട്. ഫാമിലി എന്ന് പറഞ്ഞൂടാ, മുഗൾ ഭരണകാലത്തുള്ള നിർമ്മിതിയാണത്. അറിയില്ല. അവരും ഹുമയൂണിന്റെ വൈഫ് ഹാജി ബീഗത്തിന്റെ നിർമ്മിതിയാണിത്. ഇതൊന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് താജ്മഹൽ നിർമ്മിച്ചത്. ആദ്യം ഉണ്ടാക്കിയതാണ്. മുഗൾ രാജകുടുംബത്തെ കുറെ ആൾക്കാരുണ്ട് ഇവിടെ. ടോംബുകളിൽ ഏറ്റവും അടിപൊളിയായിട്ട് ഉണ്ടാക്കിയ പേർഷ്യൻ നിർമ്മിതിയാണ്. ചുവന്ന കല്ലുകളും വെള്ളം കല്ലുകളും. ഒരുപാട് ആൾക്കാരുടെ ടോംബുണ്ട്. ഏറ്റവും ഫേമസ് ടോംബ് ഹുമയൂൺ ടോംബാണ്. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണും. അതിന് മാത്രം ഉണ്ട്, അതിനുള്ള മുതലുണ്ട്. ഇതിന്റെ സ്റ്റെപ്പ് നോക്കി 70 ഡിഗ്രി ചെരുവിലാണ്. ഇതിന്റെ ചുറ്റുപാട് 360 കറങ്ങിയാലും നല്ല രസമാണ്. മാർബിൾ കല്ലും ചുവന്ന കല്ലും കൂടിക്കാണ് അതിന്റെ നിർമ്മിതി തോന്നുന്നത്. ഇതിന്റെ ഉള്ളിൽ 2-3-4 ശവകുടീരങ്ങളല്ല മക്ബറകളും അതൊക്കെ മാർബിളോണ്ട് തന്നെ കൊത്തി വെച്ചത്. ഞങ്ങൾ കുറെ ആസ്വദിച്ചാണ് ചുറ്റിക്കറങ്ങി. ഹുമയൂൺ ടെമ്പിളാണ് ഇപ്പൊ നമ്മളുള്ളത്. അപ്പൊ നമ്മൾ യാത്രയാകുന്നു. അതെ, ജീവിതത്തിൽ ഇത് ടെക്നോളജി ഇല്ലാത്ത കാലത്ത് ഈ പഹയന്മാരെ എങ്ങനെയാണ് മേലേക്ക് കല്ലൊക്കെ കയറ്റി വെച്ചെന്ന് ഞാൻ. അതായത് കല്ലറകളും മണിയറകളും എല്ലാം അതിന്റെ ഉള്ളിലുണ്ട്. അല്ലേ കൈലാസിന് എന്താ പറയാനുള്ളത്? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അടുത്ത സ്പോട്ടിലേക്ക് തുടരും.